ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നോവിറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഇൻട്രോ വീഡിയോസ് ഉണ്ടാക്കാമെന്നാണ് പരിചയപ്പെടുന്നത്. സോ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണ്. ഇതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എഡിറ്റിംഗ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളുമില്ല. നമുക്ക് വളരെ നല്ല ഇൻട്രോകൾ പ്രീമിയർ പ്രോയിലും ആഫ്റ്റർ എഫക്ട്സിലും ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ നമുക്ക് ഒരു ഫയൽ കിട്ടിയാൽ തന്നെ, ഒരു പ്രോജക്റ്റ് ഫയൽ കിട്ടിയാൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇൻട്രോ വീഡിയോസ് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നീട് അതിനനുസരിച്ച് ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഗ്രാഫിക്സ് ഉള്ളൊരു ഇൻട്രോ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, അതിൽ കയറി എങ്ങനെ ഇൻട്രോ ഉണ്ടാക്കാമെന്നാണ് പരിചയപ്പെടുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മൾ പാബ്ലോ ഗെയിമിംഗ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഗെയിമിംഗ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിലൊരു GTA 5 ഒരു വീഡിയോ മാത്രമേ ഇതുവരെ അപ്ലോഡ് ചെയ്തുള്ളൂ. ഇനിയും നമ്മൾ വീഡിയോസ് ഒരുപാട് അപ്ലോഡ് ചെയ്യും. GTA 5, മൈൻക്രാഫ്റ്റ്, അസാസിൻ ക്രീഡ് പോലുള്ള ഗെയിമുകൾ നമ്മളിനി ചെയ്യും. സോ നിങ്ങൾ ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഒട്ടും സമയം കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഈ വീഡിയോയുടെ താഴെ റെൻഡർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ റെൻഡർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഓപ്പൺ ആവും. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ലോഗോ ഉണ്ടാക്കാം, വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, മോക്കപ്പ് എഡിറ്റ് ചെയ്യാം, പിന്നീട് വെബ്സൈറ്റ് ഉണ്ടാക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ഇതിൻ്റെ പ്രൈസിങ്ങും ബാക്കിയുള്ള കുറച്ച് ഓപ്ഷനുകളുണ്ട്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ സൈൻ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇതിൽ ഒരുപാട് ഇൻട്രോസ്, നമ്മുടെ ഈ ഒരു ചാനലിലെ എല്ലാ ഇൻട്രോകളും ഞാൻ ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് ഉണ്ടാക്കിയത്. സോ ഓൾറെഡി നമ്മളിത് സൈപ്പ് ചെയ്യണം. ഞാൻ ഓൾറെഡി സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ കാണുന്ന ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ അപ്പോൾ അവർ ചോദിക്കും എന്താണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന്. വീഡിയോ ആണോ, ലോഗോ ആണോ, മോക്കപ്പ് ആണോ, അതോ വെബ്സൈറ്റ് ആണോ എന്ന്. സോ നമുക്ക് വീഡിയോ ചൂസ് ചെയ്യാം. വീഡിയോ ചൂസ് ചെയ്യുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ടെംപ്ലേറ്റുകൾ വരും. ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഇൻട്രോകളുണ്ട്, പിന്നീട് നമുക്ക് മൊബൈൽ ആപ്പുകൾക്കായിട്ട് ആവശ്യമുള്ള കിറ്റുണ്ട്, പിന്നീട് വൈറ്റ് ബോർഡ് ആനിമേഷൻ ഉണ്ട്, എക്സ്പ്ലെയിനർ വേൾഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ലോഗോ തന്നെ പല ടൈപ്പ് 3D എഫക്റ്റ് ലോഗോസ് ഉണ്ട്, 2D എഫക്റ്റ് ലോഗോസ് ഉണ്ട്, പല ടൈപ്പ് ഗ്ലിച്ച് ലോഗോസ് ഉണ്ട്, പിന്നീട് മിനിമൽ ലോഗോ റിവീൽ, അങ്ങനെ പറഞ്ഞ് ഒരുപാട് ലോഗോ ആനിമേഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഇൻട്രോസ് ഉണ്ട്. സോ നമുക്കിപ്പോൾ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. സോ ക്വിക്ക് ലോഗോ ആനിമേഷൻ, അത് നമുക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പ്രിവ്യൂ നമുക്ക് കാണാൻ സാധിക്കും. സോ നമുക്കൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഇതാണ് ഈ ഒരു ആനിമേഷൻ്റെ ഒന്നാമത്തെ ഫോണ്ട് എന്ന് പറയുന്നത്, അതായത് ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ ആനിമേഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ ഈ കാണുന്ന വലിയ ടൈം ലൈനിൽ കാണുന്നത് എനിക്ക് തോന്നുന്നു 4-5 ടൈപ്പ് ആനിമേഷൻസ് ഈ ലോഗോ ഏതൊക്കെ രീതിയിൽ ആനിമേറ്റ് ചെയ്യാന്നുള്ള നിങ്ങളുടെ ഇഷ്ടപ്രകാരം എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളൊരു ജസ്റ്റ് ഒരു പ്രിവ്യൂ ആണ് ഈ കാണിക്കുന്നത്. സോ നമുക്ക് ഇൻട്രോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ താഴെ കാണുന്ന ക്രിയേറ്റ് നൗ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ, എന്തൊക്കെയാണ് കാറ്റഗറി, ഏതിലാണ് വരുന്നത്, പിന്നെ എത്രയാണ് ഡ്യൂറേഷൻ, എത്ര പേര് ഇത് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഏറ്റവും മുകളിൽ നമുക്ക് റേറ്റിംഗ് കാണാൻ സാധിക്കും. ഇൻട്രോയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്രിയേറ്റ് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ ലോഡിങ് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഒരു 5 സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എഡിറ്റ്, അതായത് നമ്മളുടെ രീതിയിലേക്ക് ഈ ഒരു ഇൻട്രോയെ കൊണ്ടുവരണം. സോ നമ്മുടെ ലോഗോ ആഡ് ചെയ്ത് നമ്മളുടെ ടെക്സ്റ്റും കൊടുക്കണം. രണ്ടാമത് സ്റ്റൈല്, അതായത് നമ്മൾ നേരത്തെ പ്രിവ്യൂ എടുത്ത് നോക്കിയപ്പോൾ 4 ഡിഫറെൻറ്റ് വെറൈറ്റീസുള്ള പ്രിവ്യൂകൾ കണ്ടു. സോ അതിലേത് പ്രിവ്യൂ ആണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നമുക്ക് ഏത് രീതിയിലാണ് നമ്മുടെ ഇൻട്രോ വീഡിയോ വേണ്ടതെന്ന് നമുക്കിവിടെ ചൂസ് ചെയ്യാം. പിന്നീട് കളർ. സോ ഈ കളറിലേക്ക് വരുമ്പോൾ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസ് ആണ്. അതായത് ഈ ഒരു ലോഗോ നമുക്ക് 6 രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഒരു ഇൻട്രോ 6 രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കുമ്പോൾ വൈറ്റ്, ബ്ലൂ, ബ്ലാക്ക്, ഈ 3 കളേഴ്സിൻ്റെ കോമ്പിനേഷനാണ് ഇവിടെ കാണുന്നത്. പിന്നെ അടുത്ത ഫോണ്ട് എടുക്കുമ്പോൾ ഒരു പിങ്ക് കളറും ഒരു വയലറ്റ് കളറ്, പിന്നെ ഒരു ഡാർക്ക് റെഡ് പോലുള്ള ഒരു കളർ, ഇങ്ങനൊരു കോമ്പിനേഷനാണ്. സോ പല ടൈപ്പിൽ നമുക്ക് ഈ കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. എനിക്ക് ഈ ഫസ്റ്റ് നമ്മുടെ പ്രിവ്യൂവിൽ കണ്ടത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. പിന്നീട് മ്യൂസിക്കിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ലോഗോയ്ക്ക് അനുസരിച്ചുള്ള മ്യൂസിക്, ഏത് മ്യൂസിക് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 7 സെക്കൻഡുള്ള ഒരുപാട്
മ്യൂസിക്കുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് ചിലതൊക്കെ 10-15 സെക്കൻഡുള്ള ഓഡിയോസാണ്. ബട്ട് നമ്മളെടുത്തത് 7 സെക്കൻഡുള്ള വീഡിയോ ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള 7 സെക്കൻഡിൽ ഒരുപാട് ഓഡിയോസും വന്നിടപ്പുണ്ട്. ഇനിയല്ല, നിങ്ങളുടേതായ വോയിസ് ഓവർ ആണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്ക് നൽകേണ്ടതെങ്കിൽ ഇവിടെ ആഡ് വോയിസ് ഓവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ഇവിടെ ഒരു 0 to 7 സെക്കൻഡിൻ്റെ ടൈം ലൈനും ഉണ്ട്. സോ ആ ടൈം ലൈൻ നോക്കി നമുക്ക് നമ്മുടെ വോയിസ് ഓവറും വേണമെങ്കിൽ ഈ വീഡിയോയിൽ ചെയ്യാം. ഏറ്റവും അവസാനം പ്രിവ്യൂ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്. അത് നമ്മൾ ഇത്രയും നേരം എന്തൊക്കെയാണോ എഡിറ്റ് ചെയ്തത്, നമ്മൾ ആ ഒരു ടെംപ്ലേറ്റിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തി എന്നത് ഈ പ്രിവ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായി എഡിറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടെ നമുക്ക് 2 ഓപ്ഷനുകളാണുള്ളത്. 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, ലോഗോ കൊടുക്കണം. 2, ടാഗ് ലൈൻ ആഡ് ചെയ്യണം. സോ ലോഗോ എടുക്കാൻ വേണ്ടി അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ അപ്പോൾ അപ്ലോഡ്, മീഡിയ ലൈബ്രറി, ഇമേജ് URL, ക്രിയേറ്റ് ലോഗോ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓൾറെഡിയൊക്കെ നമ്മുടെ ചാനലുകൾക്ക് ലോഗോ ഉണ്ടായിരിക്കും. സോ അപ്ലോഡ് ലോഗോ എടുക്കുക. അവിടെ നമ്മുടെ ലോഗോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോഗോ സെലക്ട് ചെയ്യാം. സോ എൻ്റെ ലോഗോ ഇവിടെ തന്നെ ഉണ്ട്. സോ നമുക്കിനി നമ്മുടെ ലോഗോ ക്രോപ്പ് ചെയ്യണം. സോ നമുക്ക് ഇതൊരു സൂം ഓപ്ഷനാണ്. നമ്മുടെ ലോഗോ എത്ര വരെ സൂം ആയിരിക്കണമെന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. സോ ഞാൻ ഏകദേശം നമ്മുടെ ഈ ഒരു സർക്കിള് ഈ ബോക്സിനുള്ളിൽ വരുന്ന രീതിയിൽ ചെയ്തു. സോ ഇത്രയും നമുക്ക് ഈ ഒരു പോർഷൻ ആയിരിക്കും നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ലോഗോ ആയിട്ട് കാണിക്കുന്നത്. ഇതെപ്പോഴും നമ്മുടെ ലോഗോ ഈ ഒരു ബോക്സിനുള്ളിൽ തന്നെ വരുന്ന രീതിയിൽ ശ്രമിക്കുക, എങ്കിലേ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് വരികയുള്ളൂ. സോ ഇവിടെ ഡൺ കൊടുക്കാം. സോ നമ്മുടെ ലോഗോ ഇവിടെ ഏറ്റവും സെൻട്രലായിട്ട് വന്നു. ഇനി ആഡ് യുവർ ടാഗ് ലൈൻ ഹിയർ. ഓക്കെ, ടാഗ് ചെയ്യാൻ വേണ്ടി ടൈപ്പ് ചെയ്യാം. നമ്മുടെ ടാഗ് ലൈൻ ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ടെക് ഇന്നോവേറ്റ് എന്ന് ടൈപ്പ് ചെയ്തു. സേവ് ആൻഡ് ക്ലോസ് കൊടുത്തു. സോ നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ വന്നു. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷനുകളുണ്ട്. സൈസും ഫോണ്ടും എല്ലാം നമുക്ക് ഇവിടെ മാറ്റാൻ സാധിക്കും. പിന്നീട് നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ലോഗോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ക്രോപ്പും ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലോഗോ മാറ്റി പുതിയൊരു ലോഗോ എടുക്കാം. സോ ഇപ്പം നമ്മളുടെ ഏകദേശം ഒരു നല്ല പ്രിവ്യൂ വന്നു. എങ്ങനെയായിരിക്കും നമ്മുടെ ലോഗോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത് നമുക്ക് സ്റ്റൈലിലേക്ക് പോവാം. സ്റ്റൈലിൽ ഇവിടെ 4 സ്റ്റൈലുണ്ട്. ഇതിൽ ഏത് രീതിയിലായിരിക്കണം നിങ്ങളുടെ ലോഗോ റിവീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ ഇവിടെ 4 സ്റ്റൈലുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് വേണോ അത് ജസ്റ്റ് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ചൂസ് ചെയ്തു. ശേഷം കളറിൽ പോകാം. കളറിൽ ഞാൻ പറഞ്ഞു നമുക്ക് പ്രത്യേകിച്ചൊരു മാറ്റം വേണ്ട. ഇത് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ. കാണാനും നല്ലത് ഈ ഒരു സ്റ്റാൻഡേർഡ് കളർ ഇതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം കളറും ചൂസ് ചെയ്യാം. അതായത് ബാക്ക്ഗ്രൗണ്ടിന് ഇന്ന കളർ വേണം, ബാക്ക്ഗ്രൗണ്ട് 2 ഇന്ന കളർ വേണം, ടെക്സ്റ്റിന് ഇന്ന കളർ വേണം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ബട്ട് എനിക്ക് ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്. സോ ഞാൻ ആ കസ്റ്റം കളറിൽ തന്നെ പോവുകയാണ്. പിന്നീട് മ്യൂസിക് ഇവിടെ ഒരുപാട് മ്യൂസിക്കുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മ്യൂസിക് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഓരോന്ന് ഇങ്ങനെ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്ത ശേഷം ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, ആഡ് ടു പ്രോജക്റ്റ് എന്ന് പറഞ്ഞ്. സോ ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അല്ല, നിങ്ങൾക്ക് മ്യൂസിക് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്താൽ നോ മ്യൂസിക്, അത് തിരിച്ച് ക്ലിക്ക് ചെയ്താൽ യൂസ് മ്യൂസിക് വരും. സോ നിങ്ങൾക്ക് ഏത് മ്യൂസിക് വേണമെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വോയിസ് ഓവർ. നിങ്ങൾക്കിപ്പോൾ ആ ഒരു ഇതിന് വേണ്ടത് നിങ്ങളുടെ വോയിസ് ഓവറാണ്. ഇപ്പോൾ നമ്മളൊരു വെൽക്കം പറയുന്ന പോലെ നിങ്ങളുടെ വോയിസ് തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് വോയിസ് ഓവർ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടേതായ വോയിസ് ഓവർ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തിട്ട് ഈ ഒരു ഇൻട്രോയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. സോ ഇപ്പോൾ നമുക്ക് ഒരുപാടുണ്ട്. ഞാനിതിൽ ജസ്റ്റ് ആദ്യം കിടന്ന് തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. നമ്മളിത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയല്ലേ. സോ ഇവിടെ നമ്മുടെ മ്യൂസിക് ആയി കഴിഞ്ഞു. വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അത് ആഡ് ചെയ്യാൻ ഈ പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. സോ നമ്മൾ ചെയ്യേണ്ട 4 സ്റ്റെപ്പുകളും ഫിനിഷായി. ഇനി നമുക്ക് പ്രിവ്യൂവിലേക്ക് പോകാം. പ്രിവ്യൂവിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വേണമെങ്കിൽ നിങ്ങളുടേതായ വാട്ടർമാർക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഏജൻസി സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറ്റില്ല. പിന്നീട് നമുക്ക് 2 രീതിയിൽ ഇത് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. 360p നമുക്ക് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം. അല്ല, ഹൈ ക്വാളിറ്റിയിൽ വേണമെങ്കിൽ HD വീഡിയോസ് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് ഫ്രീ ആയിട്ട് ഈ 360p മാത്രമേ വരത്തുള്ളൂ. അതിൽ 2 കാര്യങ്ങളാണുള്ളത്. മാക്സിമം 2 മിനിറ്റ് വരെയുള്ള വീഡിയോയെ നമുക്ക് ഇതിൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ബട്ട് നമ്മൾ ഇൻട്രോസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു 15 സെക്കൻഡിൽ കൂടുതൽ ഇൻട്രോ പോകത്തില്ല. സോ എക്സ്പോർട്ടിംഗ് ടൈം നമുക്കൊരു പ്രശ്നമല്ല. പിന്നീട് വിത്ത് വാട്ടർമാർക്ക് ആയിരിക്കും. അതായത് നിങ്ങൾ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ സൈഡിൽ മെയ്ഡ് വിത്ത് റെൻഡർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ് സൈഡിലൊരു ബാഡ്ജ്, അവിടെ ഒരു വാട്ടർമാർക്ക് കാണും. ബട്ട് അത് ഒഴിവാക്കാനും നമുക്കൊരു ട്രിക്കുണ്ട്. അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. അല്ല, നിങ്ങൾ കുറച്ച് പ്രൊഫഷണലായിട്ട് ചെയ്യുകയാണ്,
നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫണ്ട് ഇറക്കി ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയാണ്, നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയൊരു യൂട്യൂബ് ചാനലാണെങ്കിൽ ഗോ വിത്ത് ഹൈ ക്വാളിറ്റി. ബിക്കോസ് ഈ ഒരു 360pക്ക് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ആ ഒരു വാട്ടർ മാർക്കിൻ്റെ ഒരു പ്രോബ്ലം വരും. പിന്നീട് നമ്മുടെ വീഡിയോയ്ക്കും ടെക്സ്റ്റിനും ഒന്നും ഒരു ക്രിസ്പിനെസ് വരത്തില്ല. സോ അത് ഒരു പ്രൊഫഷണൽ ലുക്കിങ്ങിലേക്ക് പോകാൻ ഒരു ഇച്ചിരി പാടാണ് ഈ ഒരു 360p. സോ നിങ്ങൾ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വളരെ ഒരു നല്ലൊരു യൂട്യൂബ് ചാനൽ കൊണ്ടുവന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് ചൂസ് ചെയ്യാം. സോ ഞാൻ ജസ്റ്റ് എത്രയാണ് ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് നോക്കാൻ വേണ്ടി ഞാനിവിടെ HD എക്സ്പോർട്ട് ചൂസ് ചെയ്തു. സോ നമുക്ക് വാട്ടർമാർക്ക് ഇല്ലാതെ 360p റെസൊല്യൂഷനുള്ള വീഡിയോ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഏകദേശം 590 രൂപ കൊടുത്താൽ നിങ്ങൾക്കൊരു വീഡിയോ കിട്ടും. അല്ല 720p HD ക്വാളിറ്റിയിലുള്ള വീഡിയോ ആണെങ്കിൽ 1000 രൂപ കൊടുത്താൽ നിങ്ങളുണ്ടാക്കിയ ഒരു പ്രമോ അല്ലെങ്കിൽ ആ ഒരു ഇൻട്രോ നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് എക്സ്പോർട്ട് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഫുൾ HD നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി വീഡിയോ ആണ് നിങ്ങൾ ചെയ്തത്, നിങ്ങൾ അല്ലെങ്കിൽ 4Kയിലാണ് വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ HD 1080pയിലാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 1500 രൂപ കൊടുത്താൽ ഈ ഒരു ഇത് കിട്ടും. ബട്ട് ഇതൊരു സിംഗിൾ പ്ലാനിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു സിംഗിൾ വീഡിയോയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രയും പൈസ കൊടുക്കുന്നത്. നിങ്ങൾ ചെറിയ യൂട്യൂബേഴ്സൊക്കെ ആണെങ്കിൽ ഇതൊന്നും വേണ്ട, നമ്മൾ സാധാ 360p സാധാ രീതിയിൽ വാട്ടർമാർക്ക് കൂടി ഡൗൺലോഡ് ചെയ്യുക. അല്ല നിങ്ങൾ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് പ്രൊഫഷണലായിട്ട് ചെയ്ത് നിങ്ങളിപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു നല്ലൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾ നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു വളരെ നല്ലൊരു പ്രൊമോ വീഡിയോ സെറ്റ് ചെയ്യണം. സോ അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. ബിക്കോസ് ഈ ഒരു വീഡിയോ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി നല്ല ക്വാളിറ്റി ആയിരിക്കും. ബിക്കോസ് 360p തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, എങ്കിൽ പോലും HD എന്നൊക്കെ പറയുമ്പോൾ നല്ല ക്വാളിറ്റി ആയിരിക്കും വീഡിയോസ്, നല്ല പ്രൊഫഷണലിസമൊക്കെ ഫീൽ ചെയ്യുന്ന ഇൻട്രോസ് ആയിരിക്കും. അത് ഈ ഒരു പൈസയ്ക്ക് വെർത്താണ്. ബിക്കോസ് അല്ലാതെ ഒരു പ്രൊഫഷണൽ എഡിറ്ററിനെ കൊണ്ട് ഏൽപ്പിക്കുക 1500 രൂപ അല്ലാതെ കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നീട് ഇവിടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് വീഡിയോസ് ഇങ്ങനെ നിങ്ങൾ മാസാമാസമൊക്കെ വീഡിയോസ് നിങ്ങൾ ഇത്തരത്തിൽ ലോഗോസ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ബിസിനസ്സായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് പ്ലാൻസ് ഉണ്ട്. സോ അതിലേക്കൊന്നും നമ്മൾ അധികം പോകുന്നില്ല. നമുക്ക് തിരിച്ച് നമ്മുടെ ഫ്രീ എക്സ്പോർട്ടിലേക്ക് പോവാം. സോ നമുക്കിവിടെ ലോ ക്വാളിറ്റി മതി, 360p ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എക്സ്പോർട്ടിംഗ് ടൈം 2 മിനിറ്റ് വരെ അനുവദിച്ചിട്ടുള്ളൂ. ബട്ട് നമ്മൾ ഇൻട്രോ ആയതുകൊണ്ട് ഏകദേശം 7 സെക്കൻഡേ ഉള്ളൂ. സോ അത് നമുക്ക് പ്രശ്നമില്ല. പിന്നെ വാട്ടർമാർക്കുണ്ട്. വാട്ടർമാർക്ക് നമുക്ക് ജസ്റ്റ് അവോയ്ഡ് ചെയ്യാനൊരു ട്രിക്ക് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ നമ്മളിവിടെ ഫ്രീ പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, യുവർ വീഡിയോ ക്വിക്ക് ലോഗോ ആനിമേഷൻ നമ്മൾ എന്തായിരുന്നോ ചെയ്തത് ആ പ്രോജക്റ്റിൻ്റെ പേര് മേളിലുണ്ട്. പിന്നീട് പ്രിപ്പയറിങ് യുവർ മീഡിയ. സോ കുറച്ച് നേരം എടുക്കും ഇതൊന്ന് ഫിനിഷ് ആവാൻ. സോ അത്രയും നേരം നമ്മൾ ഈ ഒരു ബ്രൗസർ ഓൺ ആക്കിയിടണം. കുറച്ച് നേരം എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റിനുള്ളിലേ ആവത്തുള്ളൂ. ഇപ്പോൾ അത് എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ് താഴെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ബ്രൗസർ നോട്ടിഫിക്കേഷൻ വഴിയോ ഇത് ഫിനിഷ് ആകുമ്പോൾ ചില വീഡിയോസൊക്കെ വലിയ വീഡിയോസ് ആയിരിക്കും, നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ ഇങ്ങനെ ഒരു ഓപ്ഷനിൽ ഇട്ട് പോയി കഴിഞ്ഞാൽ ഇമെയിലോ അല്ലെങ്കിൽ ബ്രൗസർ നോട്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് തീർന്നു കഴിയുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഇമെയിൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മെയിൽ വരും, എക്സ്പോർട്ട് ഫിനിഷായി ഡൗൺലോഡ് ചെയ്തോ എന്ന് പറഞ്ഞ് മെയിൽ വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ബ്രൗസ് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. ബട്ട് നമ്മളിവിടെ ഇൻട്രോ വീഡിയോ ആയതുകൊണ്ട് കഴിഞ്ഞു, റെൻഡറിങ് ഫിനിഷ്ഡ്, അപ്ലൈയിങ് ഓഡിയോ. സോ നമ്മളുടെ വീഡിയോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ നമ്മളിതാണ് ചെയ്തത്. ഇപ്പോഴും നമ്മൾ ഫ്രീ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവരിവിടെ കൊടുക്കുന്നുണ്ട്. ബട്ട് നമുക്കതൊന്നും വേണ്ട. വാട്ടർമാർക്കോടുകൂടി 360pയിൽ നമ്മൾ ചെയ്യുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നല്ല രീതിയിലുള്ളൊരു ലോഗോ അനിമേഷനാണ്, നമുക്ക് ചാനലിലേക്ക് കൊടുക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഇൻട്രോ ആണ്. പിന്നീട് ഇവിടെ ക്രിയേറ്റഡ് ബൈ ഈ renderforest.com എന്ന് പറഞ്ഞും അവരുടെ വാട്ടർമാർക്കുണ്ട്. അത് നമുക്ക് കുഴപ്പമില്ല, അത് നമുക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് വേറെ രീതി വെച്ച് അത് ഹൈഡ് ചെയ്യാൻ സാധിക്കും. സോ നമ്മളിപ്പോൾ ഇവിടെ ഡൗൺലോഡ് കൊടുക്കുകയാണ്. ഡൗൺലോഡ് കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഫയൽ വന്നു. സോ നമുക്കൊന്ന് ഫോൾഡറിൽ പോയി ചെക്ക് ചെയ്യാം. സോ നമ്മുടെ ലോഗോ ആനിമേഷൻ വന്നു, ഇൻട്രോ വന്നു. പിന്നീട് ഇവിടെ നോക്കുകയാണെങ്കിൽ വാട്ടർമാർക്ക് കാണാൻ സാധിക്കും. പിന്നീട് 360p ആയതുകൊണ്ട് വലിയൊരു ക്വാളിറ്റിയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ബട്ട് നിങ്ങൾക്ക് 360pയിൽ ഫ്രീ ആയിട്ടാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ മാക്സിമം ബാക്ക്ഗ്രൗണ്ടിൽ കറുപ്പ് വരുന്ന, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുക അല്ലെങ്കിൽ വൈറ്റ് ഷെയ്ഡ് കൊടുക്കുക. ഇങ്ങനെ ബ്ലാക്കോ വൈറ്റോ ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാട്ടർമാർക്ക് മാറ്റാൻ വേണ്ടി നിങ്ങളുടെ വീഡിയോ എഡിറ്റർ ഏതാണോ അത് ചൂസ് ചെയ്യുക. സോ നമ്മളിപ്പോൾ പ്രീമിയറാണ് യൂസ് ചെയ്യുന്നത്, പ്രീമിയർ ചൂസ് ചെയ്തു. നമുക്കൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ആ ഒരു നേരത്തെ ഡൗൺലോഡ് ചെയ്ത നമ്മുടെ ആ ഒരു വീഡിയോ നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്തിട്ട് സോ നമ്മളുടെ ലോഗോ ആനിമേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി മാറ്റേണ്ടത് ഈ ഒരു ക്രിയേറ്റഡ് ബൈ renderforest.com എന്ന് പറയുന്ന ആ ഒരു
ബാഡ്ജ് അല്ലെങ്കിൽ വാട്ടർമാർക്ക് നമുക്ക് റിമൂവ് ചെയ്യണം. ഞാൻ പറഞ്ഞു മാക്സിമം ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്കോ അല്ലെങ്കിൽ വൈറ്റോ അങ്ങനെയുള്ള സോൾഡ് കളറുകളാക്കാൻ ശ്രമിക്കുക. ആക്കി കഴിഞ്ഞുള്ള ഗുണം, ഇഫ് ഇൻ കേസ് ഇത് ബ്ലാക്ക് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ബ്ലാക്ക് വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കൈൻ മാസ്റ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് സോളിഡ് കളർ ആഡ് ചെയ്താലും മതി. സോ പിന്നീട് ചെയ്യേണ്ടത് ഈ ഇത് നമ്മുടെ വീഡിയോയുടെ മുകളിലേക്ക് വലിച്ചിട്ട്, അതായത് ഓവർലേ ചെയ്യുക. ഓവർലേ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ എത്രയുണ്ടോ അത്രയും ഈ വീഡിയോ വലിച്ചു നീട്ടുക. പിന്നീട് നമ്മുടെ മോഷനിൽ പോയി ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഈ ബ്ലാക്ക് വീഡിയോയുടെ കളറ് ഒന്ന് മാറ്റി ഏകദേശം ചരിച്ച് ഈ ഒരു പോർഷൻ കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ബാഡ്ജ് പോലെ വെക്കുക. സോ ഇൻ കേസ് ഇത് ബ്ലാക്ക് ആയിരുന്നെങ്കിൽ ഈ രണ്ടും കൂടെ സിങ്കായി ഈ ഒരു ക്രിയേറ്റഡ് ബൈ റെൻഡർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു ബാഡ്ജ് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇവിടെ സോൾഡ് വൈറ്റ് ആണെങ്കിൽ നമുക്ക് ഇതിന് പകരം വൈറ്റ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ചെയ്തതന്നേ ഉള്ളൂ. സോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇൻട്രോ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഫോണിലോ ചെയ്യാൻ സാധിക്കും. പിന്നീട് ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, നിങ്ങൾ ചെറിയ യൂട്യൂബേഴ്സൊക്കെ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫണ്ട് അധികം ഇൻവെസ്റ്റ് ചെയ്യാതെ യൂട്യൂബ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ 360p ഡൗൺലോഡ് ചെയ്യുക. പിന്നീട് മാക്സിമം ബാക്ക്ഗ്രൗണ്ടിൽ സോളിഡ് കളേഴ്സ് ആയിട്ടുള്ള ബ്ലാക്കോ വൈറ്റോ അങ്ങനെയുള്ള കളേഴ്സ് കൊടുത്തിട്ട് ഇത്തരത്തിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ വെച്ച് വാട്ടർമാർക്ക് നമുക്ക് ഹൈഡ് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ബ്ലാക്കുള്ള ഇതേ ചൂസ് ചെയ്യത്തുള്ളായിരുന്നു. ബട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് പെട്ടെന്ന് ഇത് ചൂസ് ചെയ്തതാണ്. ഇത്തരത്തിലാണ് ഞാൻ എൻ്റെ ചാനലിൻ്റെ ഇൻട്രോസും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ചൂസ് ചെയ്യും. പിന്നീട് നിങ്ങൾ വളരെ പ്രൊഫഷണലായിട്ട് പുതിയൊരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ ഒരു ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഒരു പ്രൊമോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് തന്നെ ഇതിൻ്റെ ഹൈ ക്വാളിറ്റി വീഡിയോ തന്നെ റെൻഡർ ചെയ്യുക. ബിക്കോസ് അങ്ങനെ ആകുമ്പോൾ വളരെ നല്ലതായിരിക്കും കാണാൻ. പിന്നീട് ഈ ഒരു വാട്ടർമാർക്കിൻ്റെ ഇഷ്യൂ നിങ്ങൾക്ക് വരുന്നില്ല. പിന്നീട് അതിൽ ഒരു എഡിറ്റിങ്ങും വേണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോയിൽ വേണം അല്ലെങ്കിൽ എവിടെയൊക്കെ ഷെയർ ചെയ്യണം ജസ്റ്റ് ഷെയർ ചെയ്താൽ മാത്രം മതി. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.